അവരെ കാര്യം വിട്, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പറയണ എനിക്ക് എന്നെ മനസ്സിലായില്ല, പിന്നെയാണ് ഓൽക്ക്. ഞാനിത് നിനക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം, എന്നിട്ട് നീ പറ ഇത് നടക്കോ ഇല്ലേ എന്നുള്ളത്. ഏകദേശം ഒരു ഐഡിയ എനിക്കുണ്ട്, അതുപോലെ. എന്നാ നീ പറ. അതായത് ആദ്യം കർട്ടൻ ഇങ്ങനെ പൊന്തുന്നു. കർട്ടനോ? കർട്ടൻ എവിടെയാ ജാസ്? കർട്ടന്റെ തുണിയാണെങ്കിൽ നമ്മുടെ ജോസേട്ടൻ കടയിൽ കിട്ടൂട്ടാ. കർട്ടൻ ഒന്നും വേണ്ട, ചേട്ടനൊന്ന് പോയെ. എന്ത് കർട്ടൻ ഇല്ലാതെ നാടൻ കളിക്കുക. അളിയാ, ചെറിയൊരു പ്രശ്നമുണ്ട്, നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. വല്ല പെണ്ണു കേസും ആയിരിക്കും. അതെ, ഞാൻ ഈ പെണ്ണുങ്ങളായിട്ട് ചില ചാറ്റ് ഉണ്ടല്ലോ ടൈം പാസിന്, നിങ്ങൾക്കറിയാലോ. അതെടുത്തൊരു ഹസ്ബൻഡ് മെൽബണിലുണ്ട്, പുള്ളിക്ക് തന്നെ ഒന്ന് കാണണമെന്ന്. ആ, വല്ല മൊബൈൽ ഫോണും വാങ്ങി തരാനായിരിക്കും. ചിലപ്പോൾ റീചാർജും ചെയ്തു തരും. അതല്ലടാ, ഞാൻ എത്ര പറഞ്ഞിട്ടും പുള്ളിക്ക് മനസ്സിലാവില്ല, നേരിട്ട് കാണണമെന്ന്. നിങ്ങൾ എന്നോട് വരാമോ? എന്തിനു ഇടി മേടിക്കാനാ? എടാ, ഞാൻ പറയുന്നത് കേക്ക്. നീ അയാളെ അങ്ങോട്ട് ചെന്ന് കാണ്, അതാകുമ്പോ കാര്യങ്ങൾ എളുപ്പമായല്ലോ. അതെ. എടാ, എനിക്ക് തല്ലിയിട്ട് വലിയ ശീലമൊന്നുമില്ലല്ലോ, അതുകൊണ്ടാ പറയണേ. അയ്യോ, അതൊക്കെ ഇതിന്റെ ഭാഗമാണ്, ശീലായിക്കോളും. ഇതേ വിളിക്കണ്ടല്ലോ പുള്ളി. എടുത്തോ. ഹലോ, ആ അതെ, ഞാൻ അവിടെ തന്നെ ഉണ്ട്. എനിക്ക് ആ റൂമിന്റെ ലൊക്കേഷൻ ഒന്ന് അയക്കാമോ? ഞാൻ ഇപ്പം അങ്ങോട്ട് വരാം. ആ ശരി, നേരം വെക്കണ്ട, പോയി നോക്കാം അല്ലേ? ഉണ്ടാവില്ലല്ലേ? ഓ, എൻ്റെ അടുത്ത് വരാമോടാ മെൽബൺ വരെ? നിന്നോടൊപ്പോ? ഓ, ചിലപ്പോ ഈ ഇടിയോടെ അവൻ നന്നാവിക്കില്ലേ? അവൻ തിരിച്ചു വന്നാ ഭാഗ്യം. അവനെങ്ങടാ പോന്ന്? ഈ എവിടെയായിരുന്നു? നിന്നെ ഏൽപ്പിച്ച കാര്യം എന്തായി? ഡബിങ്ങിനുള്ള ആളെ കിട്ടിയോ? കിട്ടി. ഈ കിട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓസ്ട്രേലിയൻ ആക്സെന്റിൽ മലയാളം സംസാരിക്കുന്ന ആളാണെങ്കിൽ എനിക്ക് വേണ്ട. മലയാളി അസലായിട്ട് മലയാളം സംസാരിക്കോ? സൂപ്പർ ആയിട്ട് പറയും. ആണോ? ഞാൻ കയറി നോക്കാം. ഇവളോ? ഇയാളായിരുന്നോ? ഇത് ശരിയാവില്ല, പറഞ്ഞോട്. മനു, ഡോ, ഞാൻ തന്നോട് സോറി പറഞ്ഞതല്ലേ, പിന്നെന്താ പ്രശ്നം? മിയ. മിയ, തന്റെ ഈ ഡയലോഗ് ഡെലിവറി എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതിന് അവൾ ഇങ്ങനെയല്ലല്ലോ സംസാരിക്കാൻ പോകുന്നേ, കഥാപാത്രമായിട്ടല്ലേ. ഇതിനു മുമ്പ് വല്ലതും ഡബ് ചെയ്തിട്ടുണ്ടോ? ടിക്ടോക്ക്. ടിക്ടോക്ക്? ഇത് ടിക്ടോക്ക് അല്ല, മനുവിന്റെ നാടകമാണ്. മനുവിന്റെ നാടകത്തിന് ഈ നാട്ടിലൊരു നിലയും വിലയൊക്കെ ഉണ്ട്. അതറിയാം. കുട്ടി, നാളെ ഒരു മലയാള സിനിമയിൽ കാണാം, മനു കേരളീയൻ. അതിപ്പോ പൈസ ഉണ്ടെങ്കിൽ ആർക്കും പ്രൊഡ്യൂസ് ചെയ്തൂടെ? ഇവിടെ പറഞ്ഞേച്ചേ, അവളോടൊക്കെ വിളിച്ചാണ്ടല്ലോ. മനു, മനു നിക്ക്. അതെ, എന്ത് പരിപാടി? അതൊക്കെ ആവശ്യമായിരുന്നു, ഞാൻ പണ്ടേ വിചാരിച്ചതാ. മനു, നിന്നെ എനിക്കിഷ്ടമാണ്. നിന്റെ ബിസിനസ്സിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. കലയുമായിട്ട് എനിക്കൊരു ബന്ധമില്ല. ജോണേട്ടാ, ഇതിപ്പോ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ജോണേട്ടനും കൂടി ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിതിനൊരു ഡിഫറെന്റ് കളറാക്കി മാറ്റാം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ശരിയാ, പക്ഷേ നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്യരുത്. അതാണ് സോറി. ജോണേട്ടൻ ഒന്നുകൂടെ ആലോചിക്കുക. നമ്മള് ബിസിനസ്സുകാരെക്കാൾ കൂടുതൽ ബഹുമാനം കലാകാരന്മാർക്കാ. ഞാൻ ആലോചിക്കാം. ഞാൻ വെയിറ്റ് ചെയ്യാം. ശരി, അപ്പൊ ഇതുപോലെ നടക്കടോ. അങ്ങോട്ട് മാറി സംസാരിക്കാം. എന്താണ്? എടാ, ഏത് ഓ, അവിടെ നിന്നോ. എടാ, ഇതുവരെ നമ്മൾ ചെയ്തതെല്ലാം ഒറ്റയ്ക്കാണ്. പക്ഷെ നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഇന്നലെ വന്ന സന്ദീപ് വരെ പറഞ്ഞതെന്താ? ഇതെല്ലാം നിങ്ങളല്ലേ ചെയ്യുന്നതെന്ന്. ജോണേട്ടനെ പോലെയോ ഒരു അസോസിയേഷനെ പോലെയോ ആരെങ്കിലും ഒരാൾ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ നമ്മളെ അംഗീകരിച്ച് നമ്മുടെ കൂടെ നിന്ന അതിന്റെ വില വേറെയാ. ആണോ? ആ, അതാണ്. അതെ, ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരാട്ടാ വയ്യ. ഞാൻ വിളിക്കാട്ടാ. ഞാൻ വിളിക്കാന്നേ. ഇപ്പൊ അതിനൊന്നും പറ്റിയ അവസ്ഥയല്ല. പ്രതീക്ഷിച്ച പോലൊന്നും ഇല്ലല്ലോ. ഇത് തല്ലി ഓടിച്ചൊന്നുമല്ല, ഓടിയിപ്പോ വീണതാ. അന്നയാള് വേറൊന്നും ചെയ്തില്ലേ? പുള്ളി നമ്മള് വിചാരിച്ച പോലെ അല്ല, മിടുക്കനാ. ഉള്ളിലൊരു തരി മുറിവറ്റാതെ പുള്ളി കൃത്യമായിട്ട് കാര്യം ഡീൽ ചെയ്ത്. അമ്മേ, ഇനിയെങ്കിലും നിനക്ക് ഈ പരിപാടിയൊക്കെ നിർത്തിക്കൂടെ? നിർത്തണമെന്നുണ്ട്, പക്ഷെ പറ്റണ്ടേ. ഞങ്ങളുടെ ജീനിലെ ഈ പാരമ്പര്യമായിട്ട് ഈ പ്രണയത്തിന്റെ ഒരു അസ്കിത ഉണ്ട്. പ്രണയത്തിന്റെ അസ്കിത? നീ ഈ കാസനമാന്ന് കേട്ടിട്ടില്ലേ? അത് ലാലേട്ടന്റെ പടല്ലേ?
അല്ലേ? മനു, ഈ കാസനോ അവസാനമായിട്ട് പ്രണയിച്ചാരെന്നറിയാമോ? ആരെ? എൻ്റെ മുതുമുത്തശ്ശീനെ. ഉം. ചിരിക്കണ്ട, ഞാനേ ഇത് ഗൂഗിളിൽ നിന്ന് കണ്ടുപിടിച്ചതാ. നീ അലക്സാണ്ടർ എഴുതാനെ പറ്റി വായിച്ചിട്ടുണ്ടാ? ഞാൻ കേട്ടിട്ടൊന്നുമില്ല. ആ മനു, നീ വായിച്ചിട്ടില്ലേ? നീ ഒരു കലാകാരനല്ലേ? ഈ അലക്സാണ്ടർ ഏഴാമൻ ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്നപ്പോ പുള്ളിനെ പിക്ക് ചെയ്യാൻ ചെന്നത് എൻ്റെ മുതുമുത്തച്ഛനാണ്. എൻ്റെ മുതുമുത്തച്ഛൻ ഞങ്ങളുടെ കുടുംബത്തിലെ കുതിരപ്പുറത്ത് മുത്തശ്ശീനെയും കൊണ്ട് പുള്ളിനെ പിക്ക് ചെയ്യാൻ ചെന്ന് നേരെ അലക്സാണ്ടർ ചക്രവർത്തിനെ കുതിരപ്പുറത്ത് കയറ്റി ഞങ്ങളുടെ ഔട്ട് ഹൗസിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ പുള്ളിക്ക് മുള്ളാൻ പോണെന്ന് പറഞ്ഞപ്പോൾ പുള്ളിനെ കൊണ്ട് മുള്ളിച്ച് തിരിച്ചു കൊണ്ടുവന്ന് ആക്കുമ്പോ എൻ്റെ മുതുമുത്തശ്ശി ഈ കുതിരക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അലക്സാണ്ടർ ചക്രവർത്തി മുതുമുത്തശ്ശിയും കണ്ണുകൾ തമ്മിൽ ഉടക്കി അവര് തമ്മിൽ പ്രണയത്തിലായി. മുത്തശ്ശിനെ കൊണ്ട് പുള്ളി റോമിലേക്ക് പോയി. മനസ്സിലായില്ലേ? അതാണ് വണ്ടി ഒലക്കാണ്. എടോ, ഓനെ പെട്ടെന്ന് മെന്റൽ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്ക്. ഇനി എന്താ ചെയ്യാ? കളയാൻ പറ്റുമോ? അത് ഈ കലാകാരൻ എന്ന് പറഞ്ഞോണ്ടാ. ആ എത്ര തവണ കയറിയാലും ഇത് താഴേക്ക് പോകുമ്പോ ഒരാന്തല. അതെന്താ? ഞാൻ പറഞ്ഞ അത്രയ്ക്ക് വലിയ തെറ്റാണോ? ഞങ്ങളൊക്കെ കേട്ട അഭിമാനക്ഷേതം ഉണ്ടാവും പേടിച്ചിട്ടായിരിക്കും അല്ലേ? നീ ആരാ? നിങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ചർച്ചയാണെങ്കിൽ നിങ്ങൾക്ക് കൂടാം. ഇത് ഞാനും എൻ്റെ മക്കളും തമ്മിലുള്ള സംസാരമാണ്. വെറുതല്ല, ഇത് ലിഫ്റ്റിൽ ജനിച്ചു പോണതാ. ഒരു സംശയം വേണ്ട. ഭൂവാലന്മാരാ എന്നോടാ കളി. അതിന്റെ ചെള്ള അടിച്ച് ഞാൻ പിടിച്ചാല്. എന്താ? നമസ്കാരം. വെള്ളരിപ്രാവുകളെ പോലെയാണ് കേരളത്തിലെ മനുഷ്യരുടെ മനസ്സ്, അവരുടെ പൈതൃകം. അതുകൊണ്ടാണ് കേരളത്തിന്റെ സംസ്കാരം ഇവിടെ കൊണ്ടുവരണമെന്ന് ഞാൻ പറയുന്നത്. ഓ, അങ്ങനെ. എടോ, അതിന്റെയൊക്കെ ആയിട്ടാണല്ലോ ഞാൻ ഇവിടെ കുത്താമ്പുള്ളി വേഷവും കേരളത്തിന്റെ ഭക്ഷണമൊക്കെ ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. അത് മനസ്സിലായില്ലേ? ഇത് ആ ചെക്കനല്ലേ? നോക്ക്, ഇത് ഈ ചെക്കനാണല്ലോ. അതെ, കാണാനില്ല. പിടിക്കല്ലേ? വാ. ഹായ്. അല്ല, ഇത് തന്റെ വീടാണോ? അല്ല, ഇത് അവന്റെ വീടാ. എന്താ കാര്യം? അല്ല, ഇതിനെ കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടില്ലേ? ആ, ചാർലേച്ചി, ഇതേടെ മോനെ കൊണ്ടുവന്നിരിക്കുന്നു. വാടാ, കറി പോകത്ത്. ചെല്, പോയി കുളിക്ക്. അമ്മയ്ക്ക് സന്തോഷാവട്ടെ. അതെ, നമ്മൾ രണ്ടാൾ ജോഗിങ്ങിന് പോകുന്ന സമയത്ത് ഈ കുട്ടി അവിടെ ഇരിക്കുന്നത് കണ്ട് നമ്മളെ കൈമ കിട്ടിയ ഡോളർ പോവാ. ഓളെ പിടിച്ചെടുത്ത നമ്മളെ വേണം പറയാം. മനുഷ്യനെ സ്വീപ്പാക്കാൻ ചെക്കനെ എത്രയും മെനക്കെട്ട് പിടിച്ചിട്ടൊരു കാര്യമില്ലണ്ടായിപ്പേ. ഇത്ര വൃത്തികെട്ടൊരു ഫാമിലി ജമ്മത്തി ഞാൻ കണ്ടില്ല. ഒരു ഗ്ലാസ് വെള്ളം പോലും തന്നില്ല. കാണാതായ കുട്ടീനെ പിടിച്ചു കൊണ്ടുപോയി കൊടുത്തിട്ടേ ഒരു നന്ദി വാക്ക് പോലും പറഞ്ഞില്ല. അതല്ല, അതെന്താന്നറിയോ? ഇന്റെ ഒരു അറിവ് വെച്ചിട്ട് നിങ്ങള് 10ാമത്തെ ടീമാണ് അതിനെ പിടിച്ചോണ്ട് വരുന്നേ. 10ാമത്തെ ടീമോ? ആ, ഒരു 1.5 വർഷം മുമ്പ് ഇവനെ കാണാനില്ല എന്ന് പറഞ്ഞ് സർലേച്ചി വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് ഇവന്റെ ഫോട്ടോ വെച്ചിട്ടേ. കുട്ടിയുടെ പോയിരുന്നു. അവൻ എവിടെയും പോയിട്ടില്ല. അവൻ അവന്റെ ഫ്രണ്ടിന്റെ അവിടെ ഗെയിം കളിച്ചോണ്ടിരിക്കായിരുന്നു. അത് കഴിഞ്ഞ് ഇവനെ കണ്ടു കിട്ടിയെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഇട്ട്. അതാരും കണ്ടിട്ടില്ല. ഈ പഴയ മെസ്സേജ് ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവൻ കണ്ട മെസ്സേജ് പഴയ മെസ്സേജാ? ആ കാര്യത്തിലൊരു സംശയമില്ല.
മോളെ വിളിക്കാട്ടാ, എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. പോലേട്ടാ. എടാ രവിയെ, എടാ എന്താണ് നിന്റെ കൈക്ക് പറ്റിയേ? അതെ, അടുക്കളയിൽ ചെറുതായിട്ടൊന്ന് വീണതാ. എടാ നീ ഡോക്ടറിനെ പോയില്ലേ? ചെറിയൊരു ചതവ് മാത്രമേ ഉള്ളൂ. പിന്നെ യാത്ര എങ്ങനെയാ? അതെ, സിംഗപ്പൂർ എയർലൈൻസിനാ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. 7 മണിക്കൂർ സിംഗപ്പൂര്, 4 മണിക്കൂർ ബാലി. അതിന്റെ ഇടയ്ക്ക് എന്റെ ഒരു ബാഗും പോയി കിട്ടി. അപ്പൊ എങ്ങനെയുണ്ട്? അടിപൊളി. വീട്ടിലെന്താ വിശേഷം? കിട്ടിയ അവസരത്തിനെ ചെറിയൊരു പരിപാടിയായിട്ട് നിശ്ചയം കഴിഞ്ഞു. ഇനി 1 വർഷം കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാനുള്ള പരിപാടി. ഒരു ഐഫോൺ വാങ്ങിച്ചു കൊടുത്തു. 1 വർഷം സൊള്ളാലോ. ആ ശരിയാ, അതിന്റെ സുഖം വേറെ. എടാ നല്ല ക്ഷീണമുണ്ട്, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. നടക്കട്ടെ. ആ മോളെ, ഇന്നോണി വിളിച്ചോട്ടാ, ഞാൻ ഫ്രീ ആയിട്ടാ. ഹസ്ബൻഡ് പോയാ? സാറേ, കേരളീയൻ പരിപ്പുവട, കേരളീയൻ പഴംപൊരി, ഇത് രണ്ടും നമ്മൾ ഉദ്ദേശിച്ച പോലെ പോകുന്നുണ്ട്. പക്ഷെ കമ്പനി മനോ, ആണെങ്കിൽ 2 പേർ കാണാൻ വന്നിട്ടുണ്ട്. ആ വരാൻ പറയൂ. ശരി. അമ്മേ, ഹലോ. 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 ഇരിക്കി. ഇങ്ങോട്ട് ചേർന്നിരുന്നോ? രവി. നവ്യ. മിയ. അജാസ്. ഹായ്. ഇത് മനു. എന്റെ സിസ്റ്ററാണേ. ഇവിടെ ജോലിക്ക് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാ. സോറി, ഇവിടെ മലയാളികളല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ക്വാളിഫിക്കേഷൻ അല്ലേ നോക്കണ്ടേ? അയ്യോ, 2 ശബ്ദം ഒരുപോലെ ഉണ്ടല്ലോ. ശരിയല്ലേ? ഒരുപോലെ ഇല്ലേ? രവി 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 പുറത്തോ. അല്ല, ഒരു ഇന്റർവ്യൂ. രവി പുറത്തു പോയി നിൽക്കൂ. മിസ്റ്റർ, ഞാൻ പുറത്ത്. താനും പുറത്തോ. പുറത്തു പോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനുവാണ് നോക്കുന്നത്. ഗോഡൗണിലെ കാര്യങ്ങളൊക്കെ ഞാനാ നോക്കുന്നത്. യു കണ്ടിന്യൂ. പോട്ടെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. കുട്ടി, തുറന്നു പറയാലോ, തന്റെ ചേച്ചിയും ഞാനും ചേരില്ല. ഫുൾ നെഗറ്റിവിറ്റിയാ. ചേച്ചിയുടെ മാരേജ് പ്രപ്പോസലിലല്ലല്ലോ വന്നത്, എന്റെ ജോലിക്കല്ലേ. സർ, അന്ന് ഞാൻ അങ്ങനെ പെരുമാറുന്നതിൽ എന്നോട് ക്ഷമിക്കണം. ഇവിടെ ജീവിക്കുമ്പോൾ ഇങ്ങനെ ചില മുഖംമൂടികൾ വെക്കേണ്ടതായിട്ട് വരും, അതുകൊണ്ടാ. ശരിക്കും സോറി. ഇറ്റ്സ് ഓക്കെ. സാർ ഇത്രയും വലിയ ആളാണെന്ന് അറിഞ്ഞിരുന്നില്ല. സോറി. ഇത് ഓഫീസ് മാത്രമാണ്, പിന്നെ ഗോഡൗൺ ഉണ്ട്. അവിടെ ഒരു 19 സ്റ്റാഫുകളുണ്ട്. ഞങ്ങളുടെ ഈ ബ്രാൻഡിന്റെ മെയിൻ ഉദ്ദേശം എന്താന്ന് അറിയോ? ഇല്ല. കേരളീയ വസ്ത്രം, ഭക്ഷണം, സംസ്കാരം, ഇതെല്ലാം മലയാളികൾക്കപ്പുറം ഇവിടെയുള്ള ഓസ്ട്രേലിയൻസിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഇപ്പൊ തന്നെ കണ്ടില്ലേ ആൽബക്കാടി മുണ്ടൊക്കെ എടുത്ത് വരുന്നത്. ഇതൊക്കെയാണ് ഉദ്ദേശം. പക്ഷെ ഇവന്മാരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അയ്യോ അതല്ല സാറ്, നാടകവും സംവിധാനമൊക്കെ ചെയ്യുന്ന പിന്നെ അറിഞ്ഞേ. ഓ അങ്ങനെ. സാർ, എന്റെ ചേച്ചി ആർട്ടിസ്റ്റാണ്. ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ആരും കാണാത്ത നാടകത്തെ കുറിച്ച് പറയാം. എന്താ? ചെങ്ങായി ഇന്ത്യയിലൊരു പ്രധാന നഗരത്തിൽ അന്ധന്മാർ നടത്തുന്ന ഒരു ഹോട്ടലുണ്ട്. കണ്ണാണ തന്തമാരോ? അതെവിടെ? എനിക്കറിയോ എവിടെ. അതിനിവിടെ പ്രസക്തി ഇല്ല. സോറി. ഓക്കെ,
മൈസൂരോ ബാംഗ്ലൂരോ അങ്ങനെ എവിടെയാണ് ഒരു പത്രത്തില് വായിച്ച ആ. അവിടെ സപ്ലയറും കാഷ്യറും എല്ലാവരും അന്ധന്മാരാണ്. അകത്ത് വെളിച്ചമില്ല. നമ്മൾ അകത്തോട്ട് പോയാ ഒന്നും കാണാൻ പറ്റില്ല. അന്ധകാരം. അയ്യോ, അപ്പൊ വെളിച്ചില്ലാണ്ട് നമ്മളെങ്ങനെ ഭക്ഷണം കഴിക്കും? ആ, നമ്മളെ ഒരാൾ പിടിച്ച് അകത്തോട്ട് കൊണ്ടു. ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ നമുക്ക് തരും. അത് കഴിഞ്ഞാൽ നമ്മളെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മളെ പുറത്തേക്ക് കൊണ്ടുവന്ന ആളും അന്ധനാണ്. മനസ്സിലായ? എന്താലേ ഈ ഒരു ആശയത്തിൽ നിന്നാണ് എനിക്ക് പ്രചോദനം ഉണ്ടായത്. ഓ, ലോകത്തിൽ ആരും കാണാത്ത ആ നാടകം. മോനെ അടിപൊളി. ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ട് എന്നാലും ആൾക്കാർ നമ്മളെ കൂടെ നിൽക്കുള്ളൂ. ഇത് നമുക്ക് എന്തായാലും പൊളിക്കണം. കേട്ടോടത്തോളം നല്ലൊരാശയ. പക്ഷെ നമ്മൾ ഈ കണ്ണു കാണാത്തവരെ വെച്ച് എങ്ങനെ നാടകം ചെയ്യും? പറഞ്ഞുതരാം. ആ. നമ്മളെല്ലാവരും കൂടെ ആ. ഇതൊരു സ്ഥലത്തിരുന്ന് പഠിക്കുന്നു. എന്നിട്ട് നമ്മൾ ഒരുമിച്ച് ഇത് അവതരിപ്പിക്കാൻ വേണ്ടി കാറിൽ പോകുന്നു. ബാക്കിൽ നമ്മളെ വാനും. വാനോ? സ്റ്റേജ് പ്രോപ്പർട്ടീസ്, രംഗപടം, സുജാതൻ. അത്ര വലിയ കോമഡി ഞാൻ പറഞ്ഞു. സോറി. It's okay. തന്റെ ചിരിയെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? എന്താ മോശാണോ? അങ്ങനല്ല, ആ. എഴുത്തുകാരോ സിനിമ പാട്ടുകാരോ അങ്ങനെ ആരെങ്കിലും ചിരിയെക്കുറിച്ച്? ഒരു ചിരി കണ്ടാൽ ഇത് മതി എന്ന ആ ഒരു ഗാനം ഉണ്ടല്ലോ, തന്റെ ചിരി കണ്ട് എഴുതിയതാണോ? ഭൂമി വളർന്നാണ്ട് പോയാ മതി. സാർ, ഇവളുടെ ജോലിക്കാര്യം. ആ, തൽക്കാലം നമുക്ക് പിരിയാം. പോവാം പോവാം. സാറേ, പറയുന്നോണ്ടൊന്നും തോന്നരുത്. നിങ്ങൾ ലോക തോൽവിയാട്ടോ. നിങ്ങൾക്കൊന്നും പുഷ്പിക്കാൻ അറിയില്ലാന്ന്. കഥകളിലെ ഷർട്ട് ഇട്ട് വന്നിക്ക. അതെ, ഞങ്ങള് വന്ന നാടകം കാണാനാ, അല്ലാതെ പ്രസംഗം കേൾക്കാനല്ല. ഒന്നുകൂടി നോക്കാം, കുറച്ചുകൂടി സൗണ്ട്. അതെ, ഞങ്ങൾ വന്നത് നിങ്ങളുടെ നാടകം കാണാനാ, അല്ലാതെ ഈ പ്രസംഗം കേൾക്കാനല്ല. ഓക്കെ, ഗുഡ്. മനു, അതൊക്കെ അല്ലേ? സ്റ്റൈലിന് ആളെ മാറ്റാം. ആളെ മാറ്റാനോ? എടോ, ഇയാള് പെർഫെക്റ്റ് അല്ലേ? മാച്ച് ചെയ്യുന്ന സൗണ്ട് എന്ന് മാത്രമല്ല, എന്റെ ക്യാരക്ടറും ആ വോയിസിലുണ്ട്. അടിപൊളി, ഹാപ്പി. മിയ, സമാധാനിച്ചോ? മനുവിന് ഇഷ്ടായി.